നമസ്കാരം. വിഷുബലത്തിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ അശ്വതി മുതലുള്ള 27 നക്ഷത്രക്കാരുടെ ഫലം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ എപ്പിസോഡിൽ പറയുന്നത് അത്തം നക്ഷത്രക്കാർക്ക് ഈ ഒരു വിഷു വർഷത്തിൽ എന്തെല്ലാം മാറ്റങ്ങൾ സംഭവിക്കും, എന്തെല്ലാം നേട്ടങ്ങളുണ്ടാകും, എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം തുടങ്ങിയ കാര്യങ്ങളാണ്. സാമ്പത്തികം, ജോലി അഥവാ തൊഴിൽ, വിവാഹം, വിദ്യാഭ്യാസം, വീട്, വാഹനം, ആരോഗ്യം തുടങ്ങി എല്ലാ കാര്യങ്ങളും നമ്മൾ വിശദമായിട്ടാണ് പരിശോധിക്കുന്നത്. 2026 വിഷുഫലം അനുസരിച്ച് കന്നിരാശിയിൽ വരുന്ന അത്തം നക്ഷത്രക്കാർക്ക് ഇത് മാറ്റങ്ങളുടെയും വലിയ നേട്ടങ്ങളുടെയും ഒരു വിഷു വർഷമാണ്. കഴിഞ്ഞ കുറേ കാലമായി നിങ്ങൾ അനുഭവിച്ചിരുന്ന തടസ്സങ്ങൾ നീങ്ങി കരിയറിലും സാമ്പത്തിക രംഗത്തും വൻ കുതിച്ചുചാട്ടം തന്നെ ഈ വർഷം തീർച്ചയായും പ്രതീക്ഷിക്കാം. സാമ്പത്തികപരമായിട്ട് നിങ്ങൾക്ക് അനുകൂലമായ ഒരു വർഷമാണ് ഈ വിഷു വർഷം. അത്തം നക്ഷത്രക്കാർക്ക് ഈ വർഷം സാമ്പത്തികമായി ഒരു സുവർണ കാലം എന്ന് തന്നെ പറയാം. നിങ്ങൾ കൈവയ്ക്കുന്ന എല്ലാ മേഖലകളിൽ നിന്നും നിങ്ങൾക്ക് സാമ്പത്തിക ലാഭമുണ്ടാകുന്ന വർഷമാണ്. കൂടാതെ തന്നെ അപ്രതീക്ഷിതമായ പല ഉറവിടങ്ങളിൽ നിന്നും നിങ്ങളുടെ കൈകളിലേക്ക് ധനം വരുവാനും വലിയ സാധ്യതകൾ കാണുന്നുണ്ട്. പഴയ കടങ്ങൾ നിങ്ങൾക്ക് വീട്ടാൻ കഴിയും. പുതിയ നിക്ഷേപ പദ്ധതികളിൽ ചേരുവാൻ സാധിക്കും. സാമ്പത്തികപരമായി നിങ്ങൾക്കുണ്ടായിരുന്ന ഒരു ബ്ലോക്ക്, ഒരു മണി ബ്ലോക്ക് ഈ വിഷു വർഷത്തിൽ മാറും. അത് തീർച്ചയായിട്ടും ജൂൺ വരെ ഉണ്ടാകുന്ന അല്ലറ ചില്ലറ തടസ്സങ്ങൾ കൂടി വ്യാഴമാറ്റത്തിന് ശേഷം, അതായത് വർഷത്തിൻ്റെ പകുതിക്ക് ശേഷം സാമ്പത്തികമായി അത്തം നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമായ ഒരു വർഷം തന്നെയാണിത്. ജോലിയിൽ സ്ഥാനക്കയറ്റവും ശമ്പള വർധനവും തീർച്ചയായും പ്രതീക്ഷിക്കാം. നിങ്ങളുടെ കർമ്മമേഖലയിൽ നിങ്ങൾ എന്ത് ജോലിയാണോ ചെയ്തുകൊണ്ടിരുന്നത് അതിൽ നിന്ന് നിങ്ങൾക്ക് ഉന്നതമായ ഒരു ജോലിയിലേക്ക് കടന്നു കയറാൻ കഴിയും. നിങ്ങൾ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ്, അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് കമ്പനിയിൽ ജോലി ചെയ്യുന്ന ആളാണെങ്കിലും നിങ്ങൾ ഇപ്പോഴിരിക്കുന്ന പൊസിഷനിൽ നിന്നും കുറെ കൂടി സാമ്പത്തിക നേട്ടം, അതായത് കുറെ കൂടി വലിയ ശമ്പളം ലഭിക്കുന്ന ഒരു സ്ഥാനത്തേക്ക് നിങ്ങൾക്ക് തീർച്ചയായും സ്ഥാനക്കയറ്റം ഉണ്ടാകും. വിദേശത്ത് ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഈ വർഷം നല്ല സമയമാണ്. നിങ്ങൾ ശ്രമിച്ചാൽ നിങ്ങൾക്ക് അവിടെ ഒരു ജോലി കണ്ടെത്താൻ കഴിയും. അതുമായി ബന്ധപ്പെട്ട തടസ്സങ്ങൾ ഈ വിഷു വർഷത്തിൽ മാറുന്നതാണ്. ബിസിനസ്സിൽ നിങ്ങൾക്ക് അനുകൂലമായ ഒരു സമയമാണ്. ബിസിനസ്സിൽ പുതിയ പങ്കാളികളെ കണ്ടെത്താൻ കഴിയും. അതായത് പങ്കാളിത്ത ബിസിനസ്സുകൾ നിങ്ങൾക്ക് ആരംഭിക്കാൻ കഴിയും. അല്ല, നിങ്ങൾ ഇപ്പോഴൊരു കൂട്ട് ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്കത് ലാഭകരമായി മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കും. പുതിയ പ്രോജക്റ്റുകൾ ഏറ്റെടുക്കുവാൻ ഏറ്റവും അനുയോജ്യമായ സമയമാണിത്. നിങ്ങൾ പുതിയ ബിസിനസ് സംരംഭങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതുമായി മുന്നോട്ട് പോകാം. ഈ വിഷു വർഷത്തിൽ അതിന് വലിയ വിജയം തന്നെ തീർച്ചയായും ഉണ്ടാകും. വിവര സാങ്കേതിക വിദ്യ, IT, അക്കൗണ്ടിംഗ്, കലാരംഗം തുടങ്ങിയവയിൽ പ്രവർത്തിക്കുന്നവർക്ക് മികച്ച നേട്ടങ്ങൾ ലഭിക്കും. സാങ്കേതികപരമായും കലാപരവുമായ അവരുടെ കഴിവുകൾക്ക് അനുസരിച്ചുള്ള അംഗീകാരം ലഭിക്കുന്ന സമയമാണ് ഈ വിഷുവർഷം. അവിവാഹിതരുടെ വിവാഹ കാര്യത്തിൽ വളരെ പെട്ടെന്ന് തീരുമാനമുണ്ടാകാൻ സാധ്യതയുള്ള ഒരു വിഷു വർഷം കൂടിയാണിത്. വിവാഹം ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നവർക്ക്, അല്ലെങ്കിൽ വിവാഹാലോചനകൾ നടത്തിയിട്ടും അത് വൈകിക്കൊണ്ടിരിക്കുന്നവർക്ക് വളരെ പെട്ടെന്ന് നല്ല തീരുമാനം, അവർക്ക് അനുകൂലമായ നല്ല തീരുമാനങ്ങൾ ഉണ്ടാകുവാൻ വളരെ സാധ്യതയുണ്ട്. നിങ്ങളുടെ മനസ്സിനിണങ്ങിയ ഒരു പങ്കാളിയെ കണ്ടെത്തുവാൻ സാധിക്കുന്ന ഒരു വർഷമാണ്. വിവാഹ ആലോചനകളുമായി നിങ്ങൾ മുന്നോട്ട് പോകുക. മുൻകാലങ്ങളിൽ നിങ്ങൾ ശ്രമിച്ചിട്ട് നടന്നില്ല എന്ന് കരുതി നിരാശരാകരുത്. നിങ്ങളുടെ പ്രയത്നം, നിങ്ങളുടെ പ്രയാണം മുന്നോട്ട് തന്നെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ജൂൺ മാസത്തിന് ശേഷം നിങ്ങൾക്ക് വിവാഹം നന്നായി നടക്കുവാനുള്ള സാധ്യതകൾ വളരെയേറെയുണ്ട്. കുടുംബജീവിതത്തിൽ സന്തോഷവും സമാധാനവും നിലനിൽക്കുന്ന ഒരു കാലഘട്ടമാണ്. ദാമ്പത്യ ജീവിതത്തിൽ പരസ്പര ധാരണ വർദ്ധിക്കും. ദമ്പതികൾ തമ്മിൽ എന്തെങ്കിലുമൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കപ്പെട്ടു പോകുന്ന ഒരു സമയം കൂടിയാണ്. പക്ഷേ നിങ്ങളുടെ സംസാരത്തിൽ കുറച്ച് നിയന്ത്രണം ആവശ്യമാണ്. കാരണം അനാവശ്യമായ വാക്ക്, പെരുമാറ്റം, പ്രവർത്തികൾ തുടങ്ങിയവയാണ് പലപ്പോഴും കുടുംബ ബന്ധങ്ങളെ താറുമാറാക്കുന്നത്. ഇരു കൂട്ടരുടെയും എല്ലാവിധ സ്വഭാവ സവിശേഷതകളും പരസ്പരം അംഗീകരിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോവുക. എങ്കിലും പൊതുവെ പറയുകയാണെങ്കിൽ മുമ്പ് എന്തെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങളുടെ കുടുംബജീവിതത്തിൽ ഉണ്ടായിരുന്നു എങ്കിൽ തന്നെയും ഇപ്പോൾ ഈ വിഷു വർഷത്തിൽ ആ പ്രശ്നങ്ങളൊക്കെ ഒന്ന് ഒതുങ്ങി സമാധാനവും സന്തോഷവും നിറഞ്ഞ ഒരു കുടുംബജീവിതമാണ് ഈ വിഷു വർഷത്തിൽ നിങ്ങൾക്ക് ലഭിക്കാൻ സാധ്യതയുള്ളത്. ഇനി വിദ്യാർത്ഥികൾക്ക് അവരുടെ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ കഠിനാധ്വാനത്തിന് അർഹമായ ഫലം ലഭിക്കുന്ന വർഷമാണ്. നന്നായി നിങ്ങൾ പ്രയത്നിച്ചു കൊണ്ടിരിക്കുക. നിങ്ങളുടെ സ്വഭാവത്തിൽ എന്തെങ്കിലും അലസതകൾ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കുക. തീർച്ചയായും ഇപ്പോൾ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വിദ്യാഭ്യാസ കാര്യത്തിൽ വളരെ വലിയ നേട്ടം ഉണ്ടാക്കാൻ കഴിയും. മത്സര പരീക്ഷകളിൽ
വിജയിക്കുവാനോ അല്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു ലക്ഷ്യത്തിൽ, വിദ്യാഭ്യാസപരമായ ഒരു ലക്ഷ്യത്തിൽ എത്തുവാനോ ഒക്കെ സാധിക്കും. അതിനുള്ളൊരു അനുകൂല സാഹചര്യമാണ് ഈ വിഷു വർഷത്തിലുള്ളത്. ഉപരിപഠനത്തിന് ആഗ്രഹിക്കുന്ന സ്ഥാപനങ്ങളിൽ നിങ്ങൾക്ക് പ്രവേശനം ലഭിക്കുവാൻ സാധ്യതയുണ്ട്. അത് സ്വദേശത്തോ അല്ലെങ്കിൽ മറ്റ് സ്റ്റേറ്റുകളിലോ വിദേശ രാജ്യങ്ങളിലോ ആണെങ്കിൽ പോലും അതിനു വേണ്ടി നിങ്ങൾ ശ്രമിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും അനുകൂലമായ ഫലം ലഭിക്കാൻ ഏറെ സാധ്യതയുള്ള ഒരു വിഷുവർഷമാണിത്. ഗവേഷണ രംഗത്തുള്ളവർക്ക് പുതിയ നേട്ടങ്ങൾ കൈവരിക്കുവാൻ സാധിക്കുന്ന ഒരു വർഷമാണ്. വീട്, വാഹനം തുടങ്ങിയവ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ, ആ സ്വപ്നം നിങ്ങൾക്ക് യാഥാർത്ഥ്യമാക്കുവാനും അനുകൂല സാഹചര്യം, അങ്ങനെയുള്ള സാധ്യതകൾ, അങ്ങനെയുള്ളൊരു യോഗം ഉള്ള വർഷം കൂടിയാണിത്. നിങ്ങൾ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു വീട് വാങ്ങണമെങ്കിൽ അതിനായി ഇറങ്ങി പുറപ്പെട്ടാൽ അത് സാധിക്കും. ജൂൺ മാസത്തിന് ശേഷമുള്ള ഡിസംബർ മാസത്തിനിടയ്ക്കുള്ള ഒരു സമയത്ത് നിങ്ങൾക്കത് യാഥാർത്ഥ്യമാക്കാൻ കഴിയും. അതിനുവേണ്ടി നിങ്ങൾ ശ്രമിച്ചിട്ട് നടക്കാതിരുന്ന ലോണോ ചിട്ടിയോ മറ്റ് സമ്പാദ്യ പദ്ധതികളോ ഒക്കെ ഇപ്പോൾ നിങ്ങളുടെ കയ്യിലേക്ക് വരുവാൻ അനുകൂലമായ സമയമാണ്. ഇപ്പോൾ തന്നെ നിങ്ങൾ അതിനു വേണ്ടിയുള്ള പ്ലാൻ തുടങ്ങുക. ഒരു നല്ല പ്ലാനുമായി, അതായത് വീടിൻ്റെ പ്ലാൻ എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, നിങ്ങൾക്ക് അത് സ്വന്തമാക്കാനുള്ളൊരു പദ്ധതി നിങ്ങൾ വിഭാവനം ചെയ്ത് അതിനാവശ്യമായ ശ്രമം നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക. വീട്, വാഹനം തുടങ്ങിയവയുടെ യോഗം ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ അത് സ്വന്തമാക്കാൻ ഒരു അനുകൂല കാലഘട്ടമാണ് എന്ന് കരുതി നമ്മൾ നിഷ്ക്രിയനായിട്ടിരുന്നു കഴിഞ്ഞാൽ അതൊന്നും നമ്മളിലേക്ക് എത്തുകയില്ല. ജഗദീശ്വരൻ നമുക്ക് വേണ്ടി ഇതൊക്കെ സ്വായത്തമാക്കുവാനുള്ള ഒരു അവസരം ഒരുക്കി വെച്ചിട്ടുണ്ട്. അത് പക്ഷേ സ്വന്തമാക്കണമെങ്കിൽ നമ്മൾ ഇറങ്ങി പുറപ്പെടണം എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ തീർച്ചയായും മനസ്സിലാക്കുക. നിലവിലുള്ള വീട് പുതുക്കി പണിയുന്നുള്ള യോഗം കാണുന്നുണ്ട്. അത് നിങ്ങൾക്ക് സാധിക്കും. പിന്നെ ഈ വീട് പണിയായാലും വാഹനം സ്വന്തമാക്കലാണെങ്കിലും ശരി തന്നെ, നമ്മൾ അതിനുവേണ്ടി കുറേയധികം ശ്രമിക്കണം. അത് വിവാഹത്തിനാണെങ്കിലും അങ്ങനെ തന്നെയാണ്. നമ്മളെന്തെങ്കിലും ഒന്ന് സ്വന്തമാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനു വേണ്ടി നല്ലൊരു പദ്ധതി നമ്മൾ ഉണ്ടാക്കണം. അത് എവിടെ പോയി കാണണം, എവിടെ നിന്ന് വാങ്ങണം, എത്ര രൂപയ്ക്കുള്ളത് വേണം, അതിന് എത്ര എൻ്റെ കയ്യിലുണ്ട്, അല്ലെങ്കിൽ എനിക്ക് എവിടെ നിന്നെല്ലാം കണ്ടെത്താൻ കഴിയും, അതിന് വേണ്ട തുക എവിടെ നിന്നെല്ലാം കണ്ടെത്താൻ കഴിയും, ഇങ്ങനെയുള്ള ഒരു പദ്ധതി നമ്മുടെ കയ്യിൽ വേണം. എന്നിട്ട് നമ്മളിതിന് നിതാന്തമായൊരു ശ്രമം നടത്തണം. അങ്ങനെ ഒരു ശ്രമം നടത്തിയാൽ മാത്രമേ കാര്യങ്ങൾ നമുക്ക് അനുകൂലമായി വരികയും അത് നമുക്ക് സ്വായത്തമാക്കുവാനും കഴിയുകയുള്ളൂ. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ അനുകൂലമായൊരു സാഹചര്യം നിലനിൽക്കുമ്പോൾ നമ്മൾ നന്നായൊന്ന് പ്രയത്നിച്ചു കഴിഞ്ഞാൽ അതിന് വേണ്ട എല്ലാം നടക്കും. ആരോഗ്യകാര്യത്തിൽ പൊതുവെ മെച്ചപ്പെട്ട വർഷമാണെങ്കിലും നിങ്ങൾ മാനസിക പിരിമുറുക്കം ഒഴിവാക്കുവാനായിട്ട് ശ്രദ്ധിക്കണം. അനാവശ്യമായി ചിന്തിച്ച് ടെൻഷൻ കൂട്ടേണ്ട. കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഇറങ്ങി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ ചില തടസ്സങ്ങളൊക്കെ ഉണ്ടാവും. അതങ്ങനെയാണ്. ഒരു ലക്ഷ്യത്തിലേക്ക് പോകുമ്പോൾ നമുക്ക് ആ ലക്ഷ്യം പെട്ടെന്ന് സാധിക്കില്ല. നമ്മളൊരു വഴിയിലൂടെ സഞ്ചരിക്കുമ്പോഴും ആ വഴി ഒരു നേർരേഖയായിരിക്കില്ല. അതിൽ വളവുകളും തിരിവുകളും കയറ്റവും ഇറക്കവും കുഴികളും ഒക്കെ ഉണ്ടാവും. അതിനെയെല്ലാം നമ്മൾ തരണം ചെയ്തു പോയാൽ മാത്രമേ നമുക്ക് ആ ലക്ഷ്യത്തിലെത്താൻ കഴിയുകയുള്ളൂ. അപ്പം നമ്മൾ ആ ലക്ഷ്യത്തിലെത്തുന്നതിന് തടസ്സമുണ്ട് എന്ന് കരുതി പിന്തിരിഞ്ഞാൽ ഒരു കാലത്തും നമുക്കത് നേടിയെടുക്കാൻ കഴിയുകയുമില്ല. പിന്നെ ചില്ലറ തടസ്സങ്ങൾ, നമ്മൾ ഈ വഴിയിലുള്ള തടസ്സങ്ങൾ, നമ്മുടെ പ്രവർത്തന മേഖല അല്ലെങ്കിൽ നമ്മുടെ ലക്ഷ്യത്തിലേക്കുള്ള നമ്മുടെ പ്രയാണത്തിൽ നമ്മൾ നേരിടേണ്ടി വരുന്ന തടസ്സങ്ങൾ, ആ തടസ്സങ്ങൾ കാണുമ്പോൾ നമ്മൾ ടെൻഷൻ അടിക്കരുത്. മാനസിക പിരിമുറുക്കം സഹിക്കാനാവാതെ എന്നെ കൊണ്ട് അത് സാധിക്കില്ല, അല്ലെങ്കിൽ എനിക്കത് കഴിയില്ല, എനിക്കത് വേണ്ട, ഇത്രയും ടെൻഷൻ അടിക്കാൻ വയ്യ എന്നും പറഞ്ഞ് നിങ്ങൾ പിന്തിരിയാതിരിക്കുക. നിങ്ങൾ മാനസികമായി സജ്ജരായിരിക്കുക. നിങ്ങൾ മാനസികമായി ആരോഗ്യമുള്ളവരായിരിക്കുക. നല്ല മനസ്സോടുകൂടി പോസിറ്റീവ് ചിന്താഗതിയോടുകൂടി തന്നെ മുമ്പോട്ട് പോകണം. എങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും ആരോഗ്യം നല്ല രീതിയിൽ മെച്ചപ്പെടുത്തിക്കൊണ്ട് അതിനെ നിലനിർത്തിക്കൊണ്ട് പ്രയത്നിച്ചാൽ മാത്രമേ നമുക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുകയുള്ളൂ. വളരെ അനുകൂലമായ ഒരു വിഷു വർഷമാണിത്. അപ്പോൾ അനാവശ്യമായി നമ്മൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. നമ്മുടെ വഴിയിലുള്ള പ്രതിസന്ധികളെ ഒന്നൊന്നായി നമ്മൾ ബുദ്ധിപൂർവ്വം തരണം ചെയ്യുക. ആ തരണം ചെയ്യലിനുള്ള ഒരു പ്രവൃത്തി അല്ലെങ്കിൽ അതിനുള്ളൊരു ഉദ്യമം നമ്മൾ എടുത്താൽ മതി. ജഗദീശ്വരൻ ആ തടസ്സങ്ങൾ മാറ്റിത്തരും. അതാണ് അനുകൂല സമയം എന്ന് പറയുന്നത്. ദഹന സംബന്ധമായ പ്രശ്നങ്ങളോ ഉറക്കക്കുറവോ അനുഭവപ്പെടാൻ സാധ്യതയുള്ള ഒരു സമയമാണ്. അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. കൃത്യസമയത്ത് ആഹാരം കഴിക്കണം. ഉറങ്ങേണ്ട സമയത്ത് നിങ്ങൾ ഉറങ്ങാൻ ശ്രമിക്കണം. കൃത്യമായ ഭക്ഷണക്രമവും വിശ്രമവും പാലിക്കുന്നത് നമുക്ക് ഈ ആരോഗ്യപരമായ കാര്യങ്ങളെ പരിഹരിച്ച് മുന്നോട്ട് പോകുവാനായിട്ട് കഴിയും. അത്തം നക്ഷത്രക്കാർക്ക് ഈ വർഷം രാജയോഗത്തിന് സമാനമായ ഫലങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് ജ്യോതിഷം പറയുന്നത്. പക്ഷേ ആ രാജയോഗ
രാജയോഗത്തിന് സമാനമായ അന്തരീക്ഷം സംജാതമാകുമ്പോൾ അത് സ്വീകരിക്കാൻ നമ്മൾ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും സജ്ജരായിരിക്കണമെന്നുള്ള കാര്യം പ്രത്യേകം പറയുന്നു. നല്ല പ്രവർത്തികൾ ചെയ്യണം. ഈശ്വര ചിന്തയോടുകൂടി നിങ്ങൾ വിശ്വസിക്കുന്ന ഏത് മതത്തിലോ ഏത് ദൈവത്തിലോ ആകട്ടെ, ജഗദീശ്വരൻ എന്ന് പറയുന്നത് ഒരു യൂണിവേഴ്സൽ പവറാണ്, നമ്മുടെ പ്രപഞ്ചത്തിൻ്റെ ഒരു ശക്തിയാണ്. ആ ശക്തി നമുക്കൊപ്പം നമ്മൾക്ക് പോസിറ്റീവായി നമുക്ക് അനുഗ്രഹീതമായി നിൽക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് നേട്ടങ്ങൾ കൈവരിക്കുവാൻ കഴിയും. പക്ഷേ ഈ പ്രപഞ്ച ശക്തിയെ നമ്മുടെ പ്രവൃത്തി ദോഷം കൊണ്ട് നമ്മൾ ഇല്ലാതാക്കാൻ ശ്രമിക്കരുത്. നമ്മുടെ ചുറ്റുമുള്ള ആ പോസിറ്റീവ് അന്തരീക്ഷം നമ്മളായി നശിപ്പിക്കരുത്. നല്ല പ്രവർത്തികൾ ചെയ്യണം. അതിനുവേണ്ടി നമ്മളാൽ കഴിയുന്ന ദാനധർമ്മങ്ങൾ ചെയ്യണം. ആരെങ്കിലും സഹായിക്കാൻ, നമുക്ക് 1 രൂപ കൊടുത്തൊരാളെ സഹായിക്കാൻ കഴിയുമെങ്കിൽ അത് ചെയ്യണം. ഒരു ഗ്ലാസ് വെള്ളമോ ഒരു പിടി ആഹാരമോ ഒരാൾക്ക് കൊടുക്കാനേ നമുക്ക് സാധിക്കുള്ളെങ്കിൽ അത് ചെയ്യണം. അതും കഴിയില്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരെ പ്രകോപിപ്പിക്കരുത്, അവരുടെ ജീവിതത്തിൽ തലയിടരുത്, അവരുടെ വഴി മുടക്കരുത്, അവർക്കെതിരെ തിരിയരുത്, വൈരാഗ്യ ബുദ്ധിയോടുകൂടി നമ്മൾ പെരുമാറരുത്. എല്ലാവരോടും നമ്മൾ സമചിത്തതയോടുകൂടി പെരുമാറുക. ഒരാളിൻ്റെ ഒന്നും തട്ടിയെടുക്കാൻ ശ്രമിക്കരുത്. നമുക്ക് അനർഹമായ ഒന്നും സ്വായത്തമാക്കാൻ ശ്രമിക്കാതെ കുടിലതന്ത്രങ്ങളും ഗൂഢമായ പ്രവർത്തികളും ചെയ്യാതിരുന്നാൽ പോലും നമ്മളിലേക്ക് ഭാഗ്യം വരും. അതല്ലെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മൾ ഒരു വളരെ ദുഷ്ട മനസ്സിൻ്റെ, അതായത് നെഗറ്റീവ് മാത്രം നിലനിൽക്കുന്ന ഒരു മനസ്സിൻ്റെ ഉടമയാവും. നമ്മൾ സദാ പ്രശ്നക്കാരനായി മാറും. നമ്മുടെ കുടുംബത്തിൽ കലഹമുണ്ടാവും. നമുക്ക് നമ്മുടെ ബന്ധങ്ങളെ നിലനിർത്താൻ കഴിയില്ല. നമ്മുടെ തൊഴിലിടങ്ങളിൽ പ്രശ്നങ്ങളുണ്ടാവും. നമ്മൾ ആരെയും അംഗീകരിക്കില്ല. നമ്മൾ ആരെയും അംഗീകരിക്കാതെ വരുമ്പോൾ നമുക്കൊപ്പമുള്ള ആരെങ്കിലും നമ്മളെ അംഗീകരിക്കുമോ? നമ്മൾ നമ്മുടെ കുടുംബത്തിലെ സമാധാനം കെടുത്തുമ്പോൾ നമ്മുടെ കുടുംബാംഗങ്ങൾ നമ്മളെ സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുമോ? അപ്പോൾ നമ്മൾ സജ്ജരാകണം. നമ്മൾ വേണം നമുക്ക് ചുറ്റുമുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചെടുക്കേണ്ടത്. നമ്മൾ പ്രശ്നം ഉണ്ടാക്കിയാൽ, അതായത് നമ്മൾ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് ചെല്ലുന്നു, അവിടെ ചെന്നിട്ട് പെട്ടെന്ന് നമ്മളൊരു ഇഷ്യൂ ഉണ്ടായിക്കഴിഞ്ഞാൽ അവരെല്ലാവരും അങ്ങ് സ്തബ്ധരായി പോകും. പിന്നെ അന്നത്തെ ദിവസം മുഴുവൻ ആ സംഘർഷപ്രദമായ കുടുംബത്തിൽ പോകും. അതേസമയം നമ്മൾ സന്തോഷത്തോടുകൂടി സ്നേഹത്തോടുകൂടി ആ കുടുംബത്തിൽ ചെന്ന് കുടുംബാംഗങ്ങൾക്കിടയിലേക്ക് ഇടപഴകി കഴിഞ്ഞാൽ ആ സന്തോഷം ഒരു വലിയ സന്തോഷമായി മാറും. നമ്മുടെ കുടുംബത്തിൽ വളരെ ഐശ്വര്യം ഉണ്ടാവും. കുടുംബം രക്ഷപ്പെടണം. നമ്മുടെ ഒരു കുടുംബത്തിൽ സന്തോഷവും, നമ്മുടെ കുടുംബത്തിൽ, അതായത് നമ്മുടെ വീട്ടിലേക്ക് സൗഭാഗ്യങ്ങൾ വരണമെങ്കിൽ അവിടെ കലഹരഹിതമായിരിക്കണം. അതായത് നമ്മൾ തന്നെ ചിന്തിച്ചു നോക്കുക. ഒരു വീട്ടിൽ വലിയ പ്രശ്നങ്ങളാണ്, അത് നിരന്തര പ്രശ്നമാണെങ്കിൽ ആ വീട്ടിലേക്ക് ഒരു വ്യക്തി കടന്നു ചെല്ലാൻ ആഗ്രഹിക്കുമോ? അവിടെ ചെന്ന് ഒരു 5 മിനിറ്റ് ഇരിക്കാൻ ആഗ്രഹിക്കുമോ? ഇല്ല. അസംതൃപ്തി നിറഞ്ഞ കലുഷ സമാനമായ ഒരു അന്തരീക്ഷത്തിൽ ആർക്കും ചെന്നിരിക്കാൻ കഴിയില്ല. ഇതുപോലെ തന്നെയാണ് സൗഭാഗ്യം, സൗഭാഗ്യലക്ഷ്മി, ഭാഗ്യദേവത, സർവ്വ ഐശ്വര്യങ്ങൾ നമ്മുടെ കുടുംബത്തിലേക്ക് വരണമെങ്കിൽ അവിടെ പ്രധാനമായും സമാധാനം വേണം, സന്തോഷം വേണം, സംതൃപ്തി വേണം. മറ്റുള്ളവരെ പോലെ നമുക്ക് ജീവിക്കാൻ കഴിയില്ലെങ്കിലും നമ്മളെപ്പോലെ നമുക്ക് ജീവിക്കാൻ കഴിയും. നമുക്കുള്ളത് വെച്ച് ജീവിക്കാൻ കഴിയും. നമ്മളെ കൊണ്ടൊക്കുന്ന എന്തെങ്കിലും സഹായങ്ങൾ നമുക്ക് ചെയ്യാം. അത് മനുഷ്യന് തന്നെ ചെയ്യണമെന്നില്ല. പാവപ്പെട്ട മൃഗങ്ങൾക്ക് ചെയ്യാം, പക്ഷിമൃഗാദികൾക്ക് ചെയ്യാം. സഹജീവികൾ എന്ന് പറയുമ്പോൾ മനുഷ്യൻ മാത്രമല്ല, എല്ലാ ജീവികൾക്ക് നമുക്ക് ചെയ്യാം. അങ്ങനെ നമ്മൾ കഴിക്കുന്ന, ജഗദീശ്വരൻ നമുക്ക് ഒരു നേരം നമ്മുടെ കുടുംബത്തിന് കഴിക്കാനുള്ള ആഹാരം ജഗദീശ്വരൻ നമുക്ക് തരുമ്പോൾ അതിൽ ഒരു ഉരുള നമുക്ക് ആർക്കെങ്കിലും ദാനം ചെയ്യാം. അത് ഭയങ്കരമായ പുണ്യം നിങ്ങൾക്ക് കൊണ്ടുവരും. നിങ്ങളുടെ ജീവിതത്തിലേക്ക് വലിയ അവസരങ്ങൾ വരും. അപ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഈ രാജയോഗത്തിന് സമാനമായ ഫലങ്ങൾ ലഭിക്കും. സർവേശ്വരൻ അത് തരും. സുഹൃത്തുക്കളുടെ സഹായം പല കാര്യങ്ങളിലും നിങ്ങൾക്ക് ഗുണകരമാകുന്ന ഒരു സമയമാണ്. നമ്മുടെ ബന്ധങ്ങൾ നമ്മളൊന്ന് നിലനിർത്താനായിട്ട് ശ്രമിക്കുക. പക്ഷേ നമ്മുടെ ജീവിതത്തിനെ സംബന്ധിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ തീരുമാനമെടുക്കുമ്പോൾ അത് നമ്മൾ സ്വന്തം ബുദ്ധി തന്നെ ഉപയോഗിക്കുവാനും ശ്രമിക്കണം. കാരണം നമ്മൾ ബിസിനസ് ചെയ്യുമ്പോൾ നമുക്ക് ആ ബിസിനസ്സിനെ പറ്റി നമ്മൾ പഠിച്ചിട്ട് ചെയ്യുക. നമ്മളൊരു വീട് പണിയുമ്പോൾ ആ വീട് എങ്ങനെ തീർക്കണം, എത്ര രൂപയ്ക്ക് തീർക്കണം, എങ്ങനെയൊക്കെ ആയിരിക്കണം നമ്മുടെ വീട് എന്നുള്ളതിന് തീർച്ചയായും നമ്മൾ തീരുമാനിക്കുക. നമ്മുടെ കുടുംബാംഗങ്ങളും തീരുമാനിക്കുക. മറ്റുള്ളവരുടെ ആഗ്രഹങ്ങൾക്കും തീരുമാനങ്ങൾക്കും വിട്ടുകൊടുക്കരുത്. കാരണം നിങ്ങളാണ് അവിടെ താമസിക്കേണ്ടത്. ഒരു വാഹനം എടുക്കുമ്പോൾ, ബിസിനസ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ ഒരു വസ്തുവക വാങ്ങുമ്പോൾ, അങ്ങനെയൊക്കെ വരുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ നിർണായകമായ കാര്യങ്ങൾ നിങ്ങൾ സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും അഭിപ്രായം തേടുന്നതിനൊപ്പം പ്രധാനപ്പെട്ട കാര്യങ്ങൾ തീരുമാനമെടുക്കുമ്പോൾ നിങ്ങളുടെ ബുദ്ധി കൂടി ഉപയോഗിച്ച് ചെയ്യാൻ കൂടി ശ്രമിക്കണം. തീർച്ചയായും അത്തം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ജോലി, വിവാഹം, വിദ്യാഭ്യാസം, സാമ്പത്തികം, കുടുംബം, വാഹനം, വീട്, ആരോഗ്യം തുടങ്ങി എല്ലാ കാര്യങ്ങളിലും വളരെ നേട്ടം വരുന്ന അനുകൂലമായ ഒരു സമയമാണ്. തീർച്ചയായും നിങ്ങളുടെ കരിയറിലും സാമ്പത്തിക രംഗത്തുമെല്ലാം ഈ വിഷുവർഷത്തിൽ വലിയ മാറ്റങ്ങൾ, ഉന്നതിയിലേക്കുള്ള മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. ദോഷങ്ങളാകുന്ന ഐശ്വര്യം വർദ്ധിക്കുവാൻ ദേവീഭജനം ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. അടുത്തുള്ള ദേവീക്ഷേത്രങ്ങൾ സന്ദർശിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും വഴിപാട് നടത്തുന്നതും നല്ലതാണ്. തടസ്സങ്ങൾ മാറാൻ വിഘ്നേശ്വരന് തേങ്ങയടിക്കാം.
പിന്നെ അതുപോലെ മാസത്തിലൊരിക്കൽ പക്കപ്പിറന്നാൾ ദിവസം ശാസ്താവിനെയോ സുബ്രഹ്മണ്യനെയോ വന്ദിക്കുന്നതും നിങ്ങൾക്ക് വളരെ ഉത്തമമാണ്. പ്രധാന കാര്യങ്ങൾ അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾക്ക് നിങ്ങൾ ഇറങ്ങുമ്പോൾ മഞ്ഞ വസ്ത്രം ധരിക്കുന്നത് ശുഭകരമായിരിക്കും. കാലദോഷങ്ങൾ മാറുന്നതിനായി കാലഭൈരവനെ പ്രീതിപ്പെടുത്തണം. അത് നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന കാലദോഷങ്ങൾ മാറും. അതായത് ഓരോ കാലങ്ങളിലും ഗ്രഹങ്ങളുടെ അവസ്ഥ അനുസരിച്ച് ചില ദോഷ ഫലങ്ങൾ നിങ്ങൾക്ക് ലഭിക്കാൻ സാധ്യത വരും. അതിൻ്റെ ആ അപഹാരങ്ങൾ മാറുന്നതിന് കാലഭൈരവനെ കൂട്ടുപിടിക്കുന്നത് നല്ലതാണ്. കാലഭൈരവൻ്റെ ഇഷ്ട മൃഗം, അതായത് സന്തത സഹചാരിയായ മൃഗമാണ് നായ എന്ന് പറയുന്നത്. ആ നായകൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് വളരെ നല്ലതാണ്. അത് തെരുവ് നായയാണെങ്കിൽ ശരി തന്നെ, വീട്ടിൽ വളർത്തുന്ന ആയാലും ശരി തന്നെ, നായകൾക്ക് ആഹാരം കൊടുക്കുന്നതും വെള്ളം കൊടുക്കുന്നതും, തെരുവിൽ കിടക്കുന്ന ഒരു നായയ്ക്ക് നമ്മുടെ വീട്ടിൽ കിടക്കാൻ അല്ലെങ്കിൽ നമ്മളതിനെ ദത്തെടുത്ത് വളർത്തുന്നതുമൊക്കെ വളരെ വലിയ കാര്യങ്ങളാണ്. സൗഭാഗ്യങ്ങൾ നിങ്ങൾക്ക് അകന്നു പോകും. എങ്ങനെയെന്നാൽ ഈ മൃണ്ടാപ്രാണികളെ ഉപദ്രവിക്കാൻ നിങ്ങൾ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാനുള്ള പല സൗഭാഗ്യങ്ങളും ഇല്ലാതെ പോകും. നമ്മളെക്കാൾ ദുർബലരായ ഒന്നിനെയും നമ്മൾ ഉപദ്രവിക്കരുത്. അതൊരു പ്രപഞ്ച തത്വമാണ്. കാരണം നമ്മളെ എതിർക്കാൻ ശേഷിയില്ലാത്ത ജീവജാലങ്ങളെ നമ്മൾ നമ്മുടെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ വെറും ഇഷ്ടത്തിന് വേണ്ടി യാതൊരു കാര്യവുമില്ലാതെ ഉപദ്രവിക്കുന്നത്, അപകടപ്പെടുത്തുന്നത്, കൊലപ്പെടുത്തുന്നതെല്ലാം നമ്മുടെ ജീവിതത്തിൽ ദൗർഭാഗ്യങ്ങൾ മാത്രമേ വരുത്തൂ. നമ്മൾ ഒരുപക്ഷെ ഇത് ചെയ്യുന്ന നമ്മൾ പന പോലെ നിൽക്കും, പക്ഷെ നമ്മുടെ കൺമുന്നിൽ നമ്മുടെ കുടുംബാംഗങ്ങളെല്ലാം ഇല്ലാതായിക്കൊണ്ടിരിക്കും. നമ്മൾ സൗഭാഗ്യങ്ങൾ പോവും, കടം കയറി മുടിയും, മാരക രോഗം വരും. ചെറുപ്പക്കാരായ മക്കൾ, ചെറുമക്കൾ അകാല മരണം, വാഹന അപകടത്തിലോ മാരക രോഗം വന്നോ ഒക്കെ ഭൂമി വിട്ടു പോകുന്നത് നമ്മൾ കാണേണ്ടി വരും. അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങളെക്കാൾ അശക്തരായവരെ, എതിർക്കാൻ ശേഷിയില്ലാത്തവരെ, അത് മനുഷ്യരായാലും മൃഗമായാലും എന്തും, ഈ ചരാചരങ്ങളെ ഒന്നിനെയും, ഈ ഭൂമിയിലെ ഒരു ചരാചരങ്ങളെയും നിങ്ങൾ ഉപദ്രവിക്കാതിരിക്കുക. അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് ദോഷങ്ങൾ വർദ്ധിക്കുകയുള്ളൂ. ഈശ്വരനെ പറ്റി ഈശ്വര ചിന്തയോടുകൂടി, സൽപ്രവൃത്തിയോടുകൂടി, നല്ല മനസ്സോടുകൂടി നിങ്ങൾ മുമ്പോട്ട് പോവുകയാണെങ്കിൽ മേൽപ്പറഞ്ഞ എല്ലാ ഫലങ്ങളും ഈ വിഷുവർഷത്തിൽ അനുഭവിക്കുവാൻ നിങ്ങൾക്ക് യോഗമുണ്ടാകും. നിങ്ങൾക്ക് എല്ലാവിധ സൗഭാഗ്യങ്ങളും അനുഭവത്തിൽ വരട്ടെ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. ഈ വിഷുവർഷം നിങ്ങളുടെ ജീവിതത്തിലെ പുതിയ അവസരങ്ങളും പുതിയ ജീവിത പാന്താവുമൊക്കെ തുറക്കുവാൻ സർവേശ്വരൻ നിങ്ങൾക്ക് കൂട്ടായി ഉണ്ടാകും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.